എന്താ കാണാൻ കഴിയുക, നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് പോയി വാങ്ങും, നേക്കഡ് സ്ട്രൈക്ക് വാങ്ങും. എന്നിട്ട് ആ സ്ട്രൈക്ക് നമ്മൾ എപ്പോഴും മേളിലേക്ക് പോട്ടെ താഴേക്ക് വരുമ്പോൾ ഫുൾ ടെൻഷനായിരിക്കും. അപ്പോൾ അത് വേണ്ട. അതിന് പകരമാണ് നമ്മളെപ്പോഴും പറയുന്നത് നമുക്ക് ഹെഡ്ജിങ് പൊസിഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. അതും കറക്റ്റായിട്ട് നമുക്ക് റിസ്ക് മാനേജ് ചെയ്തിട്ട്, അതായത് നമ്മൾ വെറുതെ ഹെഡ്ജ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല ലോസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചുമ്മാ പോയി ഹെഡ്ജ് ചെയ്യാണ്ട് നമുക്ക് നല്ല റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഹെഡ്ജിങ് ആയിരിക്കും നമ്മൾ ഡിസ്കോഡിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തായാലും ഡിസ്കോഡ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ട് നിങ്ങളുടെ ട്രേഡ് എടുക്കുന്നതിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ജനറലി നിങ്ങൾക്ക് ചോദിച്ചാൽ ഇവൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർ റിപ്ലൈ തരും. ഇവൻ അസ്ലം അത്യാവശ്യം നല്ല ട്രേഡറാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട് നമ്മൾ ഡിസ്കോഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ അവർ നിങ്ങൾക്ക് മെസ്സേജ് തരും എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അതൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക.